2.5 പതിറ്റാണ്ട് കാലത്തെ ഖത്തർ പ്രവാസശേഷം വീണ്ടും ഒരു പ്രവാസത്തിലേക്ക്. सफरों की जिंदगी जो कभी नहीं खत्म हो जाती है. ശംഭോ മഹാദേവ. ഇന്നും തീരാത്ത പ്രവാസം. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു. യാത്രയും സർവീസും വളരെ മോശം. സത്യത്തിൽ ഇന്ത്യക്കാർക്ക് ഇതൊക്കെ മതി എന്നുള്ള മനോഭാവമാണോ ഈ വിമാന കമ്പനികൾക്ക്? ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യാത്രയുടെ രസം ആസ്വദിക്കാൻ കഴിയാതെ വിഷമം തോന്നിയിരുന്നു. അത് അവരുടെ വാക്കുകളിൽ സ്പഷ്ടവുമാണ്. വിമാനയാത്രകൾ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായതോടുകൂടി വിമാന കമ്പനികൾ സർവീസും അതിൻ്റെ സൗകര്യങ്ങളും യാത്രക്കാരുടെ അഭിരുചികൾക്കൊത്ത വിധം നിലവാരം വർദ്ധിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. ചീപ്പ് റേറ്റ് തപ്പിപ്പോയി 5 ടിക്കറ്റ് എടുത്ത എൻ്റെ ഭാര്യയുടെ മുഖം അപ്പോൾ അതുപോലെയായിരുന്നു. 25-ാമത്തെ പേജ് എടുത്തു. ജനലെ കൂടി പുറത്തേക്ക് നോക്കുന്ന പൂച്ചേനെ, പുറത്തു നിന്ന് ഇറച്ചി തിന്നുന്ന പട്ടീനെ നോക്കി. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അബുദാബി എയർപോർട്ടിലൂടെ പലതവണ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ഏറെ പുതുമകൾ എയർപോർട്ട് അധികാരികൾ യാത്രക്കാർക്കായി ഒരുക്കി വയ്ക്കാറുണ്ട്. ഇവിടെയും ക്രിസ്മസ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം മാറുകയാണ്. ജാതി മതവർഗീയ ദേശവ്യത്യാസമില്ലാതെ ആഘോഷങ്ങൾ ഏവരും ഒത്തുചേർന്ന് തയ്യാറെടുക്കുന്ന ഒരവസ്ഥ. ലോകത്തിലുള്ള നാനാ വിഭാഗക്കാരെ ഒത്തുചേർത്ത് നിർത്തുമ്പോൾ വിപണന സാധ്യത ഏറെ വർദ്ധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം. എൻ്റെ സുഹൃത്ത് ജലാലിൻ്റെ വകയാണ് ഈ പാവ. കുഞ്ഞുമോൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അവളത് താഴ്ത്തു വയ്ക്കാതെ കൊഞ്ചിച്ചു കൊണ്ടാണ് നടക്കുന്നത്. കണക്റ്റഡ് ഫ്ലൈറ്റിനു വേണ്ടി സമയം ഒരുപാടുണ്ട്. അതാ പുകവലിക്കാനായിട്ടൊരിടം. മറ്റു യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധത്തിൽ പുകവലി ശീലമുള്ളവർക്ക് സ്വതന്ത്രമായി വലിക്കാനൊരിടം. പലപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കണക്റ്റഡ് ഫ്ലൈറ്റിൻ്റെ ടൈമും മറ്റും. അത് ഇന്ത്യൻ ടൈമുമായി തുലനം ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഒരു ദീർഘദൂര യാത്രയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മളുടെ സമയം ഒരുപാട് വെറുതെ ചിലവായി പോകുന്നതായി കാണാം. അത് ഒരുപക്ഷെ നമ്മുടെ യാത്രയ്ക്ക് വിരസത അനുഭവപ്പെടുത്താൻ കാരണമാകും. തിരികെയുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലാതെയായിപ്പോയി. ഒരുപക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി 5 ടിക്കറ്റുകൾ എടുക്കേണ്ടി വന്ന സാഹചര്യമായിരിക്കാം അത്തരം തീരുമാനത്തിലേക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടെത്തിച്ചത്. എയർപോർട്ടിൽ ഇരുന്നും നടന്നും സമയം ചിലവഴിക്കവേ എൻ്റെ ഭാര്യയുടെ മുഖത്ത് ആ ഡയലോഗ് തെളിഞ്ഞു കണ്ടു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി. പിന്നെ സമയം കളഞ്ഞില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഫുഡ് കോർട്ടിലേക്കായിരുന്നു. വയറ് നിറയെ എന്തെങ്കിലും കഴിക്കാം എന്നായി. സമയം ഏറെ വൈകിയതിനാൽ എല്ലാ ഭാഗങ്ങളും വിജനമായി തുടങ്ങി. ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാനേ ഞങ്ങൾക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്കായി നിലവാരമുള്ള ഭക്ഷണ വിഭവങ്ങൾ നിരത്തി അവർ നമ്മളെ ആകർഷിച്ചു കൊണ്ടിരുന്നു. നാട്ടിൽ നിന്ന് യാത്ര തിരിച്ച ഹാങ് ഓവർ മാറാത്ത എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നിപ്പോയി. പൊന്നാരിമംഗലം ജംഗ്ഷനിലുള്ള ഒരു ചായക്കട. ബഷീറിക്ക ഉണ്ടാക്കുന്ന പഴംപൊരിയും പരിപ്പുവടയും സുയ്യൻ, ഉള്ളിവട, വെട്ടുകേക്ക്, സമ്മാവറിലെ ചായ, ഇതൊക്കെ ആവുമ്പോൾ എന്താവും അവസ്ഥ? ഒരു നിമിഷത്തെ ആ ഓർമ്മകളെ തകിടം മറിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. അവർക്കിഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങൾ. അബുദാബി കറൻസി എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനാലും യൂറോ കൊടുക്കാൻ മടിയായതിനാലും ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന എൻ്റെ ഓർമ്മകൾ അലിഞ്ഞു ചേർന്ന ഖത്തർ കറൻസി എടുത്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് ആ രംഗമാണ് ഓർമ്മ വന്നത്. നന്ദി പ്രിൻസി, 1000 നന്ദി. എയർപോർട്ടായതിനാലും അന്താരാഷ്ട്ര നിലവാരം നിലനിർത്തുന്നതിനാലും
കുട്ടികൾ ഭക്ഷണത്തിൻ്റെ ബില്ല് പേ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ സാക്ഷാൽ ബില്ലാദൻ്റെ വരെ കണ്ണ് തള്ളിപ്പോകുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ. എയർപോർട്ടും പരിസരവും ചുറ്റി നടക്കവേ മലയാളി സാന്നിധ്യമായ ലുലു അവിടെ ഒന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. എത്ര ഇന്ത്യൻ മണിയുടെ പർച്ചേസ് ചെയ്തെന്ന്? 4,931 ഭർത്താവേ. ഇരുന്നും നടന്നും സമയം തള്ളി നീക്കി. അതാ സമയമായി. രാവിലെ 2:30. പിന്നെയും വിമാനത്തിലേക്കുള്ള യാത്രയായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളും തൃപ്തികരമായ സർവീസോടും കൂടിയ 7.5 മണിക്കൂറത്തെ യാത്ര. രാവിലെ 6 മണിയോടുകൂടി അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിൻ എയർപോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. 2 ദിവസത്തെ ഉറക്കക്ഷീണവും യാത്രാ തയ്യാറെടുപ്പും കൂടിയായപ്പോൾ ശരീരത്തെ വല്ലാതെ ബാധിച്ചു. ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയാണ്. ഏറെ പുതുമകളും വിസ്മയ കാഴ്ചകളും എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ആകാംക്ഷയോടുകൂടി ഞങ്ങൾ പുറത്തേക്കിറങ്ങി.
പുറത്ത് എന്നെ വരവേറ്റത് പുതിയ ആകാശവും പുതിയ ഭൂമിയും തണുത്ത കാലാവസ്ഥയും. എല്ലാറ്റിനും ഒരു പുതുമ. ജനങ്ങൾ, ഭാഷകൾ, വസ്ത്രവിധാനങ്ങൾ എല്ലാം തന്നെ വ്യത്യസ്തം. തണുത്ത് വിറങ്ങലിച്ച എനിക്ക് അപ്പോഴാണ് അവർ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ചുറ്റി നടന്ന ആ കാഴ്ച. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. തുടർന്ന് കോർക്കിലേക്കുള്ള 4.5 മണിക്കൂറുള്ള യാത്ര വേണ്ടി എയർ കോച്ച് ബസ് കാത്തുനിന്നു. അവിടെയും ചില തമാശകൾ. സ്റ്റേഷൻ മാസ്റ്ററുമായി സൗഹൃദം പങ്കുപറ്റി എൻ്റെ കുഞ്ഞുമോൾ. I know you're going to have to do that every time. Come around and try again. Now remember, you have to push down on the handle and then push forward, right? Good on you. Well done. See, you're brilliant. So use both hands. Send it, yeah. Very good on you. Good study, you'll see it up there. Push down and then forward. Now remember to watch where you're going. Yeah, Perfect. Good on you. Mighty Mouse, huh? very good. Yeah, well done. Well done. Good on you. See, you're great. I knew you could do it. അതാ മറ്റൊരു കാഴ്ച. ഇവിടെ ഒരു കുടുംബം ലഗേജ് അറേഞ്ച് ചെയ്യുകയാണ്. മിക്കവാറും പ്രവാസികൾ നേരിടുന്ന അതേ പ്രശ്നം. ടിക്കറ്റിൽ അനുവദിച്ചതിൽ കൂടുതൽ സാധനങ്ങൾ തള്ളിക്കയറ്റി ഒടുവിൽ എയർപോർട്ടിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്യപ്പെടും. പിന്നെ അതൊന്ന് തത്രപ്പെടുത്താനുള്ള പാടുകളാണ്. പരിസരം വീക്ഷിച്ചു നിൽക്കവേ ഞങ്ങൾക്കായുള്ള ബസ് വന്നു ചേർന്നു. ലോഡിംഗ് അൺലോഡിംഗ് ആളുകളുടെ മെയ് വഴക്കത്തോടുകൂടി ഓരോ ബാഗുകളും ഞാൻ ഡിക്കിയിലേക്ക് തള്ളിക്കയറ്റി. ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ബസ് ഡ്രൈവർ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളി കേട്ടടാ, കേട്ടടേ, തട്ടി തോളി കേട്ടടാ. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പോഴറിയിക്കണ. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. നിങ്ങൾ ഒരു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ബെൽ ബട്ടൺ അമർത്താതെയുമാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊരവസരമായി കണക്കാക്കുക. മൈ സ്റ്റോറിയുടെ ഫാമിലി മെമ്പറാകാൻ മറക്കാതിരിക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും ഒത്തുചേരാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം വില്യംസ് സൈനിങ് ഔട്ട്.